ഹായ് കൂട്ടുകാരെ, ഞാൻ വീഡിയോ എടുക്കാനെ കൊണ്ട് മറന്നുപോയി. ഞാൻ ഒരു ജോലി ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഓർത്തത് വീഡിയോ അങ്ങ് എടുക്കാം എന്ന് വിചാരിച്ചത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് എന്താണെന്നാണ്, നമുക്കൊരു കറി വെച്ചാൽ, അതായത് ചക്കേരി, അതായത് ചക്കക്കുരു. കുറച്ച് ചക്കക്കുരു ഞാനെടുത്ത് എന്നും ചക്ക പറക്കുമ്പോഴുണ്ടല്ലോ അതിൻ്റെ അകത്ത് ഈ കുരു കൊണ്ടിട്ടങ്ങ് കളയ പതിവാണ്. ഇത് ഞാനൊരു 10 കുരു മാത്രം എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ഇപ്പം ആവശ്യത്തിന് നോക്കിയപ്പം ചക്കക്കുരു ഇല്ല. അപ്പം 10 കുരു ഇരുന്നത് കാര്യമായി. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഒരു കറി വയ്ക്കാം. അതിൻ്റെ കൂടെ വേറെ ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം വഴിയെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോഴേ ചക്കക്കുരു പൊളിക്കുകയാണ്, അതായത് ചക്കക്കുരു കാണിക്കാം. ഇതാ, ഞാൻ കുറച്ച് ചക്കക്കുരു മാത്രമേ എടുക്കുന്നുള്ളൂ, അത്രയും മതിയാകും. ഇപ്പോഴേ കറി കുറച്ച് മാത്രമേ ഞാൻ വയ്ക്കുന്നുള്ളൂ. അപ്പം ഇനി 10 ചക്കക്കുരു കൂടെ പൊളിക്കാനുണ്ട്. ഇപ്പോഴേ ഞാനിതിൻ്റെ ചെത്തലൊന്നും കളയുന്നില്ല. ഇപ്പോഴേ ഇങ്ങനെയാണ് പൊളിച്ചെടുക്കുന്നത്. ഇപ്പോഴേ ഞാനിതൊന്ന് പൊളിച്ചെടുക്കട്ടെ, അതിനുശേഷം വീണ്ടും കാണാം. പണ്ടൊക്കെ ചക്കക്കുരു പൊളിക്കുമ്പോഴുണ്ടല്ലോ, ഇതിൻ്റെ ചെത്തലാണെങ്കിൽ തീർത്തും കളയിപ്പിക്കുമായിരുന്നു അമ്മ ഞങ്ങളെ കൊണ്ട്. മൊത്തം ചിരണ്ടി ഇരിക്കും. ഇപ്പം ചക്കക്കുരു പൊളിക്കാൻ എളുപ്പമാണ്. ഈ കരിന്തൊലി മാത്രം കളഞ്ഞാൽ മതിയല്ലോ. ഇതിന് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ചക്കക്കുരുവിന്. നമ്മളും ഓർക്കും നിസ്സാരം ചക്കക്കുരു അല്ലേന്ന്, പക്ഷേ ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് ചക്കക്കുരു. ഇനിയും ചക്കക്കുരു കുറച്ച് എടുത്ത് വെക്കണം. ഇപ്പോൾ ചെറിയ ചക്കക്കുരു ആകുമ്പോഴാണ് ഞാൻ ആ ചകിണിയിൽ ചക്ക പറക്കുമ്പോൾ ചകിണിയിലിട്ട് കളയുക പതിവുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വന്നപ്പം ഇപ്പം ചക്കക്കുരു ഇല്ല. ഇനിയും ചക്ക വിളഞ്ഞത് കിടപ്പുണ്ട്. ഇനി പറിക്കുമ്പോൾ നമുക്ക് എടുത്ത് വയ്ക്കാം. ആദ്യമൊന്നും ചക്കക്കുരു എടുത്ത് വയ്ക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് കിടന്ന് കഴിയുന്നതിന് ചക്കക്കുരുവിൻ്റെ തൊലിയെല്ലാം അങ്ങ് ചുളുങ്ങി ഉണങ്ങുമല്ലോ. അതുകൊണ്ട് ആദ്യത്തെ ഒന്നും എടുത്ത് വയ്ക്കില്ല. പിന്നെ ലാസ്റ്റിലോട്ട് വരുമ്പോഴേ എടുത്ത് വയ്ക്കാറുള്ളൂ. അതെ, ഒരു പിടിയുണ്ട്, ഒരു കൈപ്പിടിയുണ്ട്. അപ്പം ഇതൊന്ന് കുതിർന്നിട്ട് നമുക്ക് എടുക്കാം. ഇപ്പോഴേ അരിഞ്ഞ ചക്കക്കുരു ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്, കഴുകിയെടുക്കുകയാണ്. 1-2 പ്രാവശ്യം കഴുകിയെടുക്കണം. പൊതുവെ ചക്കയരക്കുള്ള സാധനമാണ് ചക്കക്കുരു. അപ്പോൾ ഒരു 2 പ്രാവശ്യം കൂടെ കഴുകി എടുത്ത ശേഷം കുറേ വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. പകുതി വേവായിട്ടുണ്ട് നമ്മുടെ ചക്കക്കുരു. ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പറങ്കിയേണ്ടിയുടെ ഇട്ട് കൊടുക്കാം. ഇപ്പം എല്ലാം കൂടെ കിടന്ന് നന്നായി വേകട്ട്. ഇതിൻ്റെ ബാക്കി പണികളൊക്കെ പോയി ചെയ്യാം. ഇപ്പോഴേ കുറച്ച് തേങ്ങ വേണം തിരുമ്മിയെടുക്കാം. ഇപ്പോഴും ഞാനൊരു ചുവടുകട്ടിയുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് വറുത്തെടുക്കാം. ചട്ടിയുടെ സൗന്ദര്യം ഒന്നും നോക്കണ്ട കൂട്ടുകാരെ, ഞാനിങ്ങനെയൊക്കെയാണ്. അതായത് ഉപയോഗിക്കാവുന്ന സാധനം എത്ര അഴുക്കായാലും ഞാനത് ഉപയോഗിക്കും. എത്ര പഴകിയ സാധനങ്ങളൊന്നും ഞാൻ കളയാറില്ല. എപ്പോഴേ ഞാൻ ഉപയോഗിക്കാമെങ്കിൽ എന്തിനാണ് വെറുതെ കളയുന്നത്? വെറുതെ പൈസ വേസ്റ്റ് ആക്കുന്നത് എന്തിനാണ്? ഞാൻ ഇങ്ങനെയൊക്കെയുള്ളത് ഉപയോഗിക്കും. അപ്പോഴേ എൻ്റെ പാത്രത്തിൻ്റെ സൗന്ദര്യം ഒന്നും നോക്കണ്ട കൂട്ടുകാരെ, ഞാൻ ഇത് വറുത്തെടുത്ത് കറി വെച്ചാൽ പോരെ. അപ്പോഴേ എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിലേ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.
കൂടെ ലൈക്ക് ഹൈപ്പ് ഇവയൊക്കെ ചെയ്യുമല്ലോ. എനിക്കറിയാം എൻ്റെ കൂട്ടുകാർ എല്ലാം ചെയ്യുമെന്ന്. അപ്പോഴേ ഞാനീ പറയുന്ന ആരോടാണെന്നറിയാമോ? പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരോടാണ് ഞാൻ പറയുന്നത്. ഇതാ ഞാൻ പെരുംജീരകം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ സ്വല്പം ഗരം മസാലയോടെ ചേർക്കും, അത് പിന്നീട്. അപ്പോൾ ഇനിയും മല്ലിപ്പൊടി മുളക് പൊടി ഒക്കെ ചേർക്കാം. ടൈം ആയിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഒന്ന് രണ്ടും കൂടെ ഇളക്കുമ്പോഴത്തേന് തേങ്ങ പരുവത്തിന് നമുക്ക് വറുത്ത് കിട്ടും. ഇത് അല്ലെങ്കിൽ വറുത്ത് തീ ഓഫാക്കിയ ശേഷം ആണ് ഞാനിപ്പം ഇനിയും സ്വല്പം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതും കൂടെ ചേർക്കാൻ പോകുന്നത്. അപ്പോഴേ ഇനി അത് ചേർത്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് കാണാം. അപ്പോഴേ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ചേർത്തു. അപ്പോഴേ തേങ്ങ വറുക്കാൻ എളുപ്പം ഒന്ന് മൂത്ത് കിട്ടാൻ നമുക്ക് ഒരു നുള്ളു ഉപ്പൂടെ ഇട്ടാണ് ഞാൻ വറുത്തത്. പെട്ടെന്ന് മൂത്ത് കിട്ടാൻ ഒരു നുള്ളു ഉപ്പൂടെ ചേർക്കുക. ഒരു ടിപ്പാണ്. അപ്പോഴേ ഇതൊന്ന് തണുക്കട്ടെ, അതിനുശേഷം അരച്ച് എടുക്കുക. ഇനിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, പഴുത്ത തക്കാളി ഇവയെല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോഴേ വേവ് കൂടുതലുണ്ടായിരുന്നു നമ്മുടെ പറങ്കേണ്ടിക്ക്. അപ്പോഴേ ഉണക്ക പറങ്കേണ്ടിയല്ലേ. അപ്പോഴേ ഞാൻ ഓർത്തവും പെട്ടെന്നങ്ങ് വെന്ത് വരുമല്ലോ. ഇതിനു മുമ്പേ ഞാൻ കറി വെച്ചിട്ടുണ്ട്. ആ കറി വെച്ചതൊക്കെ മറന്നു കൂട്ടുകാരെ. എന്നിട്ട് ഇപ്പം നേരെ തിരിച്ചിട്ടു. ആദ്യമൊന്ന് പറങ്കേണ്ടിയായിരുന്നു വേവിക്കേണ്ടത് ശരിക്കും. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് ഞാൻ ഒന്നുകൂടെ നല്ലതായിട്ട് വേവിക്കാൻ വെച്ചു. എനിക്ക് പറ്റിയ ഔത്തമേ ഇതിനൊന്ന് വേകട്ടെ. അതിന് ശേഷമാണ് ഞാൻ തേങ്ങ വറുത്തതൊക്കെ അരച്ചത് ചേർക്കുന്നത്. അപ്പോഴേ ഞാൻ തീയൽ തയ്യാറാക്കിയെടുത്തു. ഇനിയും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.